ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അബ്ദുള്ള സാറാണ്. അപ്പൊ എല്ലാ മക്കളും കാത്തിരിക്കുകയാണല്ലേ 5 മാർക്ക് ഞങ്ങൾക്ക് എങ്ങനെയാണ് സാർ വാങ്ങിത്തരുന്നതെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് സാറിന് അറിയാം. അപ്പൊ എപ്പോഴാണ് 5 മാർക്ക് കിട്ടുക? ക്രിസ്മസ് എക്സാമിനാണ് കേട്ടോ. ഇപ്പൊ സാർ നിങ്ങൾക്ക് 5 മാർക്കൊന്നും തരില്ല. ക്രിസ്മസ് എക്സാമിന് 5 മാർക്ക് കിട്ടാനുള്ള ഒരു ചോദ്യമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എല്ലാ വർഷവും ചോദ്യ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് സാർ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അതുപോലെ തന്നെ ഇനി ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോന്റെ ഈ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും മക്കൾക്ക് കിട്ടട്ടെ. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിന് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ, ഈ ഒരു ചോദ്യം സാറിന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം. യെസ്, ഇവിടെ അബ്ദുള്ള സാർ വന്നിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാനുള്ള വഴികളൊക്കെ സാർ പറഞ്ഞിരുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്യുക. സെറ്റായി നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം മക്കളെ. അപ്പൊ ഡൗട്ടും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സാർ വന്നിരിക്കുന്ന ചോദ്യം ഏതാണ് എന്നറിയാനായിരിക്കും മക്കളുടെ ക്യൂരിയോസിറ്റി അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 5 മാർക്കൊക്കെ തരാന്നൊക്കെ ചങ്ങായി പറയുന്നുണ്ട്. അപ്പൊ ഏത് ചോദ്യത്തിനാണ് ഞങ്ങൾക്ക് 5 മാർക്ക് കിട്ടുക എന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലായിരിക്കും മക്കളെ. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സാർ ഒന്ന് വായിക്കാം. അതായത് വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി. അപ്പൊ ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പഠിക്കുന്ന ഭാഗത്ത് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതിയെ കുറിച്ച് 7ാമത്തെ ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിക്കുന്നുള്ളത്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടും വരുന്ന ഒരു ചോദ്യമാണിത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ എന്താണ്, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥിരമായി വരുന്ന ചോദ്യമാണ്. ചോദ്യത്തിന്റെ സ്ട്രക്ചേഴ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ എ ബി സി എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി രണ്ട് എന്താ പറയുക, എയും ബിയുമാണ് വരുന്നത്. സബ് പോയിന്റ്സ് അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻ വരുന്നത് എയും ബിയുമാണ്. ഇതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. എ ബി സി എന്നിങ്ങനെ 3 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉറപ്പ് തന്നെയാണ് മക്കളെ. അപ്പൊ ചോദ്യം ഇതാണ്: ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടത് എങ്ങനെയെന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ്. റൈറ്റ് എ ഷോർട്ട് നോട്ട്. ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ വലിയ വാദോരാതെ ഇതാന്ന് വേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി മക്കളെ, ആൻസർ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ സാർ ക്വസ്റ്റ്യൻ മാത്രമാണോ പറഞ്ഞു തരുന്നത് എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട, ആൻസറും സാർ പറഞ്ഞു തരും. ഇതിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് എന്താണ്? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ അല്ലെങ്കിൽ വാസ്തുവിദ്യാ രീതിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ 4 സവിശേഷതകളുണ്ട് അല്ലെ, 4 ഫീച്ചേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും 2 എഴുതണമെന്നാണ് അടുത്ത വരുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയിൽ ഇന്ത്യയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ പണിതീർത്തിട്ടുള്ള ഫസ്റ്റ് ബിൽഡിംഗ് ഏതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഏതാണ്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ 2 മാർക്ക് 2 മാർക്ക് 1 മാർക്ക്, ഇങ്ങനെയാണ് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായ മക്കളെ? ഇതിൽ ഓരോ ചോദ്യങ്ങൾക്കും എ ബി ഈ 2 ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ എന്താണ്? 1 മാർക്കാണ്. അങ്ങനെ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ടോട്ടൽ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മക്കളെ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 5 മാർക്ക് നമുക്ക് എങ്ങനെ നേടാം, ഈ ഒരു 5 മാർക്ക് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ഈ 5 മാർക്ക് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചെടുക്കാം, എന്തൊക്കെയാണ് സാറേ ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഈ 5 മാർക്ക് ഞങ്ങൾ കിട്ടാൻ എന്തൊക്കെ പഠിക്കണം എന്നാണ് മക്കൾ ചോദിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ്. എങ്ങനെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനൊരു ഷോർട്ട് നോട്ടാണ് തയ്യാറാക്കാൻ പറയുന്നത്, ഒരു ചെറിയ കുറിപ്പാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാർ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ എഴുതാം, ഇത്ര തന്നെ എഴുതണം എന്നില്ല. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് മൊത്തം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മാർക്കിന്റെ ചോദ്യം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാർ തന്നിട്ടുള്ള ഈ ഒരു സ്ലൈഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ടാക്കി എഴുതാം. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുകളുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്കിൽഡ് ആർക്കിടെക്ട്സിനെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു? ടർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇത് കൂടാതെ ഇന്ത്യയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരുന്നു. അവരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്ത്യയിലുള്ള സ്കൾപ്ചേഴ്സും ലേബേഴ്സും ഒക്കെ ചേർന്നുകൊണ്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്?
ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചോദ്യം ഇതായിരുന്നു, ഹൗ ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഡെവലപ്ഡ്. എങ്ങനെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി രൂപപ്പെട്ടത് എന്നുള്ളതായിരുന്നു. ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. 2 മാർക്കിനുള്ള പോയിന്റ്സ് ആണ് സാർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 5ൽ 2 മാർക്ക് നമുക്ക് കിട്ടി. ഇനിയും വേണം 3 മാർക്ക് അല്ലെ? അപ്പൊ അടുത്ത ചോദ്യം എന്തായിരുന്നു? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ എന്തെങ്കിലും 2 സവിശേഷതകൾ, 2 ഫീച്ചേഴ്സ് ഏതാണ് മക്കളെ പറയുന്നത്? 4 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് 4 ഫീച്ചേഴ്സ് ആണുള്ളത്. ആ 4 ഫീച്ചേഴ്സും പഠിക്കാം. അപ്പൊ ഇനി ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് മാത്രം ഇതാണ് ചോദ്യം വരുന്നത്. കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി സബ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ഈ 4 പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു നോക്കുക. എക്സാമിന് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള 2 പോയിന്റോ ആ ക്വസ്റ്റ്യൻ ഡിപെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാം. കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള ചോദ്യത്തിൽ ഇതിൽ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. നമ്മൾ ടോട്ടൽ 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ 2 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? ആൻസർ പേപ്പറിൽ കൊടുത്താൽ മതി. എന്തൊക്കെയാണ് പോയിന്റ്സ്? കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. അപ്പൊ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? കമാനങ്ങളുണ്ട്, താഴികക്കുടങ്ങളുണ്ട്, മിനാരങ്ങൾ. ഇതൊക്കെ ഈ ഒരു എന്താ പറയാ വാസ്തുവിദ്യയുടെ ഒരു മുഖ്യ സവിശേഷതകളാണ് അല്ലെ? ആർക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡോംസ് ഉണ്ട്, മിനാരറ്റ്സ് വേ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ നമ്മൾ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് പുഷ്പങ്ങളെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഉണ്ട് നമുക്കത് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വെയർ ഡെക്കറേറ്റിംഗ് ബിൽഡിങ്സ്. അപ്പൊ ഈ ബിൽഡിങ്സിൽ എന്തൊക്കെയുണ്ട്? പുഷ്പങ്ങള്, ഫ്ലവേഴ്സും സസ്യങ്ങളുടെ ഒക്കെ പ്ലാന്റ്സിന്റെയും ഫ്ലവേഴ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ ഇതിന് മക്കളെ നല്ല രസകരമായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ പോയിന്റ് ആയിട്ട് ചെയ്താം. ഈ 2 പോയിന്റ് മാത്രം എഴുതിയാൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം? 2 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ 2 മാർക്ക് പറഞ്ഞു, ഈ 2 മാർക്ക് 4 മാർക്കായി അല്ലെ? ഈ 2 പോയിന്റ് മാത്രം എഴുതിയാൽ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ 2 4 മാർക്ക് നമ്മളിവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് 2 പോയിന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് വിട്ടുപോകണമെങ്കിൽ മാറി എഴുതാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സും കൂടി സാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, അതുപോലെ തന്നെ മാർബിൾ തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുണ്ട്. മോർച്ചർ ആൻഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾസ് വെയർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? സാൻഡ്സ്റ്റോൺസും അതുപോലെ തന്നെ മാർബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ സ്പീഷ്യസ് ഗാർഡൻസ് വെയർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രിമൈസസ്. അപ്പോൾ നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 4 പോയിന്റ്സിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. 1 2 3 4 പോയിന്റ്സ് ഉണ്ട് അല്ലെ? 1 2 3 4 പോയിന്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്കും കൂടി കിട്ടി. അപ്പൊ 2 4 മാർക്കായി. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? വിച്ച് ഈസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആദ്യത്തെ നിർമ്മിതി ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ ഇന്ത്യയിൽ പണിതീർത്തിട്ടുള്ള ആദ്യത്തെ നിർമ്മിതി ഏതാണ്? ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ABC. ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും, ലാസ്റ്റ് 1 മാർക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? താജ്മഹൽ ഉണ്ട്, ചെങ്കോട്ട ഉണ്ട്, കുത്തബ് മിനാർ ഉണ്ട്, ചാർമിനാർ ഉണ്ട്. ഇതിൽ ഏതാണ് മക്കളെ? താജ്മഹൽ, റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, എന്താ പറയാ ചാർമിനാർ. ഇതിൽ ഏതാണ്? അതിന്റെ ആൻസർ മക്കൾക്കറിയാം. ഇതിന്റെ ആൻസർ സാറ് പറയുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ മക്കൾക്കറിയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ഏതാണ്? ഈ 1 മാർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. ഇതിന്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നമുക്ക് 5 മാർക്കുമായി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇങ്ങനെ സെറ്റായി നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി വരാനുള്ള മാർക്സ് ഒക്കെ ഇതുപോലെ തന്നെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. ബൈ.